നമ്മുടെ പുന്നക്ക ബസാർ സാംസ്കാരിക കേന്ദ്രം 6ാം വാർഷികാഘോഷം നടത്തി. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാം സാധ്യതപ്രായമാകുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമത്തിലാണ് പുന്നക്ക ബസാർ സാംസ്കാരിക കേന്ദ്രം. ഇതെനിക്ക് ഏറെ പ്രതീക്ഷയുള്ളൊരു കാര്യം. ഇതിലെ നേതാക്കന്മാരെല്ലാവരും വിവിധ തലങ്ങളിൽ പ്രശസ്തരായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അതിൻ്റെ ആർജവം കാണിക്കുന്ന നേതാക്കന്മാരാണ്. ഒരു കളിസ്ഥലത്തിൻ്റെ പൊതുവായ ആവശ്യം സംബന്ധിച്ച് ഞാനിവിടെ പറയേണ്ടതില്ല. നമുക്ക് നമ്മളൊന്ന് എന്ന ആശയം പറഞ്ഞാൽ മാത്രം പോരാ. പ്രായോഗിക തലത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേ മതിയാകും. അതിന് ഇന്നത്തെ കാലത്ത്, വർത്തമാനകാലത്ത് ഏറ്റവും വേണ്ടൊരു കാര്യമായി കളിക്കളത്തെ ഉപയോഗിക്കാൻ, പരുവപ്പെടുത്താൻ കഴിയുമെന്ന ദീർഘവീക്ഷണമുള്ളൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുന്നക്ക ബസാർ സാംസ്കാരിക കേന്ദ്രത്തിലുള്ളതെന്ന് ഞാൻ കരുതുകയാണ്. മാത്രമല്ല, ഹാഷിമും നമ്മുടെ ഹംസക്കയും അതുപോലെ ആസിഫും എല്ലാം ചേർന്നാൽ നാം പ്രതീക്ഷിച്ച നിലവാരത്തിൽ, ഉയർന്ന തലത്തിൽ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. വർത്തമാനകാലം നമ്മളോട് ചിലത് പറയുന്നുണ്ട്. വിഭജനത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റി നിർത്തലിൻ്റെ വലിയ അതിർവരമ്പുകളൊക്കെ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് യോജിപ്പിൻ്റെതായ തത്വശാസ്ത്രം വികസിപ്പിക്കാൻ കഴിയണം. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ആസിഫ് കാക്കശ്ശേരി അധ്യക്ഷനായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, സാഹിത്യകാരൻ ബക്കർ മേത്തര, പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബേബി, സാംസാബി സലീം, സാംസ്കാരിക കേന്ദ്രം രക്ഷാധികാരികളായ ഹംസ വൈപ്പി പാടത്ത്, സുബൈർ കാക്കശ്ശേരി, സെക്രട്ടറി ഷാജു മഞ്ഞളി, വൈസ് പ്രസിഡന്റ് NU ഹാഷിം, കൺവീനർ ഷാനവാസ് പെരുന്തറ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിൽ അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ സ്നേഹം കൊണ്ടതിനെ പ്രതിരോധിക്കാനുള്ള ഉപാധികളായിട്ടാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തന കേന്ദ്രങ്ങൾ രൂപപ്പെടുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കൂട്ടായ്മകളുടേതായ ഒരു ഉത്സവകാലം, ഒരു വസന്തകാലം തന്നെ ഉണ്ടായിരുന്നു. കാലമേറെ മാറിയപ്പോൾ സ്വാഭാവികമായും പുതിയ ടെക്നോളജിയുടെ വികാസമുണ്ടായതോടെ, സോഷ്യൽ മീഡിയ വളരെ ശക്തമായതോടെ നമ്മുടെ പുതിയ തലമുറ സാമൂഹ്യമായ ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.